നമസ്കാരം. കേരളത്തിലേക്ക് വരുന്ന പണത്തിന്റെ 90% ഗൾഫിൽ നിന്നാണ്. വിദേശത്ത് താമസിക്കുന്ന 2.2 ദശലക്ഷം മലയാളികളിൽ 90% ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. 2023 കേരളത്തിലേക്കുള്ള പണം വരവ് റെക്കോർഡിലെത്തി 2.1 ലക്ഷം കോടിയായി ഉയർന്നു. 2018 അപേക്ഷിച്ച് 154.9% വർധനമാണ് വന്നത്. ഇപ്പോൾ ഇറാൻ യുദ്ധം ഗൾഫ് സമ്പദ് വ്യവസ്ഥയെ സമ്മർദ്ദത്തിലാക്കുമ്പോൾ ബാധിക്കുക കേരളത്തെ കൂടിയാണ്. മഹാരാഷ്ട്രയിലേക്കാണ് ഏറ്റവും കൂടുതൽ വിദേശ പണം എത്തുന്നത്. അത് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് കേരളമാണ്. 2023 കേരളത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 23.2%, സംസ്ഥാനത്തിന്റെ സ്വന്തം വരുമാനത്തിന്റെ 1.7 മടങ്ങും പ്രവാസികളുടെ പണമയക്കലിൽ നിന്നുമാണ്. ഇന്ത്യയിലെ പ്രവാസികളുടെ നിക്ഷേപത്തിന്റെ 21% കേരളത്തിന്റെ കൈവശമാണ്. 2019 മുതൽ ഇത് സ്ഥിരതയുള്ള ഒരു ഓഹരിയാണ്. പ്രതിശീർഷ പണമയക്കൽ 61,118 രൂപയായി തുടരുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇറാൻ യുദ്ധം കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ തിരിച്ചടിയാണ് സൃഷ്ടിക്കുന്നത്. ഫെബ്രുവരി 28 ഇറാനിൽ അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തിയ ആക്രമണവും അതിന്റെ ഫലമായി ഉണ്ടാവുന്ന സംഘർഷവും സംസ്ഥാനത്തിന്റെ പണമയക്കൽ സമ്പദ് വ്യവസ്ഥയെയാണ് ബാധിച്ചിരിക്കുന്നത്. ഇറാനിലെ യുദ്ധം കേരളത്തിലേക്കുള്ള പണമയക്കലിൽ 20% കുത്തനെ ഇടിവുണ്ടാകുമെന്നാണ് അടുത്തിടെ വന്ന ഒരു റിപ്പോർട്ട്. മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കേരളത്തെ തന്നെയാണ് ബാധിക്കുന്നത്. ഇതേ തിരിച്ചടി ഇന്ത്യക്കും ലഭിക്കും. ഇന്ത്യയുടെ മൊത്തം പണമഴയ്ക്കൽ വരുമാനത്തിന്റെ ഏകദേശം 38% ഗൾഫിൽ നിന്നാണ് വരുന്നത്. ഗൾഫിലെ ഇന്ത്യൻ തൊഴിലാളികൾ ക്രൂഡ് ഓയിൽ മേഖല, നിർമ്മാണം, ഹോസ്പിറ്റാലിറ്റി, റീറ്റെയിൽ മേഖലകളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാം തന്നെ ഇറാൻ യുദ്ധം ബാധിച്ചിട്ടുണ്ട്. സംഘർഷം 6 മാസത്തിനപ്പുറം നീണ്ടു നിന്നാൽ അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കാര്യമായ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. പ്രവാസികൾക്ക് പലർക്കും തൊഴിൽ വരെ നഷ്ടമാകാൻ സാധ്യതയുണ്ട്. ഗൾഫ് പ്രശ്നങ്ങളെ കേരളവും കരുതിയിരിക്കേണ്ട അവസ്ഥയിലാണ്. യുദ്ധം നീണ്ടുപോകുന്നത് ഇന്ത്യയെ മാത്രമല്ല, ഒരു രാജ്യത്തെ സംബന്ധിച്ചും ഗുണകരമല്ല. അതുകൊണ്ട് തന്നെ എത്രയും വേഗം യുദ്ധം തീരുകയാണ് വേണ്ടത്. അതിനായുള്ള ലോകരാജ്യങ്ങളുടെ ശ്രമങ്ങൾ ഫലം കാണണം. അപ്പോൾ മാത്രമേ ഉലയുന്ന സമ്പദ് വ്യവസ്ഥയ്ക്ക് നേരെ ചൊവ്വെ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ.